يا رب إن عظمت ذنوبي كثرة فلقد علمت بأن عفوك أعظم إن كان لا يرجوك إلا محسن فبمن يلوذ ويستجير المذنب ما لي إليك وسيلة إلا الرجاء وجميل عفوك ثم إني مسلم ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് സത്യസന്ധതയാണ്. നാവുകൊണ്ട് സത്യം പറയാം, ഇത് വ്യക്തിത്വമാണ്. വലിയൊരു വാക്കാണിത്. വലിയ സൂട്ടും കോട്ടൊക്കെ ഇട്ട് നടക്കുകയാണ്, നാവെന്ന് എടുത്താ നോണേ പറയുള്ളൂ. എന്താണ് സൂട്ടും കോട്ടിനൊക്കെ വല്ല വിലയുണ്ട്? പിന്നെ ഇല്ല. നല്ല ജീൻസും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുക, വായെടുത്താന്നോണേ. പയ്യന്നൂരെത്തിയാ പറയും ഞാനിതാ പഴങ്ങാടി ഗേറ്റ് ഇടന്നുകൊണ്ടിരിക്കാന്ന് പറയാം. പച്ചന്നോണേ പറയാം, അവന് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ 10 മിനിറ്റ് കൊണ്ട് എത്തിയെന്ന് പറഞ്ഞാൽ ചിലപ്പോ 4 മണിക്കൂർ ഉണ്ടായിരിക്കും എത്തുക. ഇങ്ങനെ എന്താ പിന്നെ മനുഷ്യന് വില? ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ്? ശുദ്ഖുലിസാനിഹി, നാവ് കൊണ്ട് സത്യം പറയലാണ്. നമ്മൾ മനസ്സിലാക്കണം, നാവിന് ലെവലില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. പറയുന്നത് കൃത്യമായിരിക്കണം. അങ്ങനെ പറയുന്നത് കണിശമായും കൃത്യമാവും. മുട്ടത്തെത്തിയിട്ടുള്ളൂ, ഞാൻ മുട്ടത്തെത്തിയിട്ടുള്ളൂ എന്ന് തന്നെ പറയാം. മടായി എത്തിയത് പറയണ്ട, കൃത്യമായിരിക്കണം. കിലോമീറ്റർ അറിയില്ലെങ്കിൽ കിലോമീറ്റർ എത്രയാണെന്ന് അറിയില്ല, ഇന്നെ സൈൻ ബോർഡൊക്കെ കാണുന്നുണ്ട്, ഇന്നെ സ്ഥലത്തെത്തിയെന്ന് തോന്നുന്നു. പാലം കഴിഞ്ഞിട്ടില്ല, പാലത്തുമക്ക് കയറാണ്. പാലം കഴിഞ്ഞെന്ന് പറയണ്ട, പാലത്തുമ കയറി തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതി. കൃത്യമായിരിക്കണം എന്നാണ് നാവ് കൊണ്ട് പറയുന്നത്, കൃത്യമാവും. അപ്പൊ അള്ളാഹുവിന്റെ സഹായങ്ങൾ വരും. അപ്പൊ നമുക്ക് കൃത്യമായ സ്ഥലത്ത് കൃത്യമായ നേരത്തെ എത്താൻ അള്ളാഹുവിന്റെ തൗഫീഖ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. നുണ പറയാതെ പോയാൽ നുണ ഇപ്പെത്തുന്നു. എന്തിപ്പെത്തും? ആൾക്കാരെ കാത്തിരുന്ന് മുഷിഞ്ഞു പോയി. അങ്ങനെ പറയരുത്. കൃത്യം പരിപാടി 8 മണിക്ക് തുടങ്ങും, ഒരു 10 മണിക്കാണ് തുടങ്ങണത്. അപ്പൊ കൃത്യം 8 മണിക്കെന്ന് പറയാൻ പാടില്ല, കൃത്യം 9 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ നോട്ടീസ് അടിച്ച ആ നോട്ടീസൊക്കെ നുണയാണ്. അത്രയും നുണ നമ്മൾ അച്ചടിച്ചു വിടുകയാണ്. നിസ്സാരമാണ്, പക്ഷേ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. സമയം പറഞ്ഞ പോലെ അങ്ങനെ ആയിരിക്കണം. അള്ളാഹു നമുക്ക് ശുദ്ഖുൽ ലിസാൻ തരട്ടെ, നാവ് കൊണ്ട് സത്യം പറയുന്നവരാക്കി തരട്ടെ. മുറൂഅത്തുർ റജുലി, അതുകൊണ്ടാണ് ശറഅ് പറയുന്നത് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് നാവ് കൊണ്ട് സത്യം പറയുമ്പോഴാണ്. ഒന്ന്, വഹ്തിമാലു അഥറാത്തി ജീറാനിഹി, അയൽവാസിയുടെ ഉപദ്രവങ്ങൾ സഹിക്കുമ്പോഴാണ്. ബദലുൽ മഅറൂഫി ലി അഹ്ലി സമാനിഹി, നാട്ടുകാർക്ക് രാജ്യക്കാർക്കൊക്കെ നന്മ ചെയ്യുമ്പോഴാണ്. വകഫുൽ അദാ അൻ അബായിദിഹി വജീറാനിഹി, അയൽവാസികളോടും അകന്നവർക്കും ഉപദ്രവം വരാതെ സൂക്ഷിക്കലാണ്. ഇതാണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇതാണ് പേഴ്സണാലിറ്റി. അള്ളാഹു നമുക്കത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു തആല അൻ, ഇറാനുകാരനാണ് സഹൽ റളിയല്ലാഹു അൻഹു. തസൂഫിന്റെ പ്രകടമായ പ്രഗൽഭനായ ഇമാമാണ് സഹൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. തുസ്തർ, മുസ്ലിം ലോകം കണ്ട ശക്തമായ കോട്ടയായിരുന്നു തുസ്തറിൽ ഉണ്ടായിരുന്നത്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സൈന്യ മുന്നേറ്റമാണ് തുസ്തറിൽ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടാക്കി തന്നത്. ആ തുസ്തറിൽ ജനിച്ചു വളർന്ന പ്രഗൽഭനായ പണ്ഡിതനാണ് മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു തആല അൻഹു. അവരുടെ അയൽവാസി ഒരു മജൂസിയായിരുന്നു. മജൂസി എന്ന് പറഞ്ഞ തീ ആരാധിക്കുന്ന ആൾ. ഇറാനികളൊക്കെ അങ്ങനെയായിരുന്നു മുമ്പ്, മാഗിയൻസ്, മജൂസികളായിരുന്നു, തീ ആരാധന ചെയ്യുന്ന ആളുകളായിരുന്നു. അയൽവാസിയുടെ വിഷയം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ടോയ്ലറ്റ് ഈ മഹാനായ പണ്ഡിതന്റെ വീട്ടുമുറ്റത്തൂടെ കടന്നുപോവുക. എന്തോ ടോയ്ലറ്റിന്റെ പൈപ്പ് പൊട്ടിയതാണ്, അന്നത്തെ പൈപ്പ്. പക്ഷേ ആ ദുർഗന്ധം മുഴുവൻ സഹിച്ചിരുന്നത് ആരാ? മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. എന്നും ദുർഗന്ധം, അതില് അഴുക്കും വേണ്ടാത്തതൊക്കെ ഒഴുകി വരും. അതൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കും. മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് നടന്നൊരു അനുഭവമാണ് ഞാൻ പറയുന്ന സംഭവം. അപ്പോ മരിക്കാൻ കിടക്കുമ്പോ മഹാനായ സഹൽ എന്നവർ വിളിച്ചു, മജൂസിയെ വിളിച്ചു, അയൽവാസിയെ വിളിച്ചു, അരികത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹോദരായ എന്റെ അയൽവാസി, ഞാൻ മരിക്കാൻ കിടക്കുകയാണ്.
ഞാൻ സഹിക്കുന്ന പോലെ ഒരുപക്ഷെ എന്റെ അനന്തരമെടുക്കുന്ന എന്റെ മക്കൾ നിങ്ങളെ സഹിക്കണം എന്നില്ല. ഞാൻ മരിക്കാൻ എന്റെ അനന്തരമെടുക്കുന്ന ആളുകൾ, എന്റെ മക്കള് ഞാൻ സഹിക്കുന്ന പോലെ, വാപ്പ സഹിച്ച പോലെ മക്കൾ സഹിക്കണമെന്നില്ല. മജൂസി, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുന്ന സർവമാന വിസർജ്യങ്ങളും എന്റെ വീട്ടിലേക്ക് വരുമ്പോ ഞാനാണത് അത് വൃത്തിയാക്കിയിരുന്നത്, ശുദ്ധിയാക്കിയിരുന്നത്. ഞാൻ മരിക്കല്ലേ, എന്റെ മരണശേഷം അത് തുടർന്നു കഴിഞ്ഞാൽ എന്റെ മക്കൾ നിങ്ങളെ വേദനിപ്പിച്ചെന്ന് വരും. അതുകൊണ്ട് എന്റെ മക്കൾക്ക് ഞാൻ സഹിക്കുന്ന പോലെ ക്ഷമ അല്ലാഹു നൽകിയില്ലെങ്കിലോ. അതുകൊണ്ട് നിങ്ങൾ ആ ടോയ്ലറ്റൊക്കെ ഒന്ന് നന്നാക്കണേ. അതുകൊണ്ട് അതിന്റെ വഴിയൊക്കെ തിരിച്ചു വിട്ടേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വിടണ്ട. ഇത്രയും കാലം ഞാൻ സഹിച്ചില്ലേ, ഞാൻ മരിക്കാം. എന്റെ കുട്ടികളൊക്കെ അത് സഹിച്ചില്ല എന്നെങ്കിൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരും. പിന്നെ ടോയ്ലൊക്കെ ഇട്ട് നന്നായിക്കോളി എന്നായി പറഞ്ഞു കൊടുക്കണതേ. ആ മജൂസി പറഞ്ഞു, സഹൽ, യാ അല്ലാ, ഇത്രയും കാലം നിങ്ങൾ എന്നെ സഹിച്ചല്ലേ. ആ കൈ അങ്ങോട്ട് നീട്ടിന്ന് പറഞ്ഞു, ഈ ദീനാണല്ലേ നിങ്ങൾ കൊണ്ടു നടക്കുന്നത്, ഈ ദീനാണ് എനിക്ക് വേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കലിമ ചൊല്ലി മുസ്ലിമായി ഒരു മജൂസിക്ക് ഇസ്ലാം കൊടുത്തതിന്റെ ശേഷമാണ് ഫമാത സഹലുൻ. ഈ സംഭവത്തിന്റെ ഉടനെയാണ് മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വഫാത്തായി പോയത്. സ്വന്തം അയൽവാസിക്ക് ദീൻ വാങ്ങിച്ചു കൊടുത്തു. എന്തിന്? ക്ഷമിച്ചുകൊണ്ട്, സഹിച്ചുകൊണ്ട്. ക്ഷമിച്ച് സഹിച്ച് ദീൻ വാങ്ങിച്ചു കൊടുത്തു. ഷഹാദത്ത് അയാൾ ചൊല്ലിയില്ലേ. മഹാനവരുടെ ക്ഷമ കണ്ടപ്പോ നമ്മളൊക്കെ അര ദിവസം സഹിച്ചെന്ന് വരും. 24 മണിക്കൂറായി പിന്നെ പോലീസിൽ കേസ് കൊടുക്കൂലേ? എന്തേക്കൂലേ നമ്മളൊക്കെ എങ്ങനെയായി പോയത്? നമ്മളെ കാര്യം മാത്രം ഒരു ക്ഷമ എന്ന് പറഞ്ഞ പരിപാടി ഇല്ലല്ലോ. അങ്ങനെ സംഗതി ഉണ്ടെങ്കിൽ എത്ര ത്വലാഖുകൾ ഒഴിവായി പോയേനെ, എത്ര കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാണ്ടായി പോയേനെ. ക്ഷമിക്കാന്ന് പറഞ്ഞ പരിപാടി ഇല്ലല്ലോ. അത് ഈമാന്റെ പകുതിയായി. ഇന്നല്ലാഹ മഅസ്സാബിരീൻ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും വീടിന്റെ മുമ്പിലൊക്കെ. അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. വാപ്പയാണെങ്കിൽ ഫുൾ ടൈം ചൂടിലാണ്. അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് എഴുതി. അതിന്റെ അർത്ഥം വാപ്പാന്റെ ഒപ്പം അള്ളാന്റെ സഹായം ഇല്ല എന്നല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോ ശ്രദ്ധിക്കുക, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആധുനികനായൊരു പണ്ഡിതനുണ്ട്, ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ അരീഫി. അദ്ദേഹത്തിന്റെ ആശയങ്ങളൊന്നും നമുക്ക് യോജിപ്പില്ല. അദ്ദേഹം ദീനി ദഅവത്തിന്റെ പല സംഭവങ്ങളും അദ്ദേഹം ഉദ്ധരിക്കാറുണ്ട്. ആധുനികനായ സൗദി പണ്ഡിതനാണ് അദ്ദേഹം. ജിഹാദി ആശയങ്ങളൊക്കെ പറഞ്ഞുവിടുന്ന വൃത്തനാശയക്കാരനായ ആളാണ് അബ്ദുറഹ്മാൻ അൽ അരീഫി. ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹം ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജർമ്മനിയിലേക്ക് നമ്മുടെ ഒരു മുസ്ലിം വിദ്യാർത്ഥി പഠിക്കാൻ വേണ്ടി ചെന്നപ്പോ ഹോസ്റ്റലിൽ താമസിക്കുമ്പോ കൂടെ ഒരു ജർമ്മൻകാരനായ ആള് താമസിക്കുന്നുണ്ട്. അദ്ദേഹം കുറച്ചു കാലത്തേക്ക് ഏതോ യാത്രയ്ക്ക് പോയി തിരിച്ചു വന്നപ്പോ അദ്ദേഹത്തിന്റെ റൂമിന്റെ മുമ്പിൽ അന്ന് പേപ്പർ കൊണ്ടുവന്നിരുന്ന പേപ്പർ ബോയ്, പേപ്പർ ഇട്ട് ഇങ്ങനെ പോവാ, ന്യൂസ് പേപ്പർ ഇട്ട് പോവാൻ രാവിലെ, അത് കുമിഞ്ഞു കിടന്നപ്പോ ഈ മുസ്ലിമായ ചെറുപ്പക്കാരൻ എടുത്തിട്ട് അതൊരു ഷെൽഫിൽ അടക്കി ഒതുക്കി വെച്ചു. 3 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഗ്രീറ്റ് ചെയ്തു, അദ്ദേഹത്തെ സ്വീകരിച്ചു. യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പൊ അതിനു മുമ്പൊന്നും ഒരു പരിചയമില്ല. പറഞ്ഞു, നിങ്ങളുടെ പേപ്പർ ഇവിടെ ഇങ്ങനെ ചിന്നിച്ചെതിരി കിടന്നപ്പോഴേ ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്, ഇതാന്ന് പറഞ്ഞു. ഇംഗ്ലീഷുകാർക്കൊക്കെ എന്തിനും ഒരു പൈസക്കല്ലാതെ അവർ ചെയ്യാറില്ല എന്ന പല വിഷയങ്ങളും. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്കിതിന് ഈ ഉപകാരത്തിന് വല്ല പൈസ എന്തെങ്കിലും ഞാൻ തരട്ടെ എന്ന് ചോദിച്ചു. അതൊന്നും വേണ്ട, ഇതൊരു അയൽവാസിയോട് ചെയ്യേണ്ട മര്യാദയാണ്, അയൽവാസിയോട് ചെയ്യേണ്ട കടപ്പാടാണ്. ഇത് ഞങ്ങളുടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞതാണ്. അതെയോ, അങ്ങനെയാണ്. പിറ്റേ ദിവസവും പിറ്റേന്നും അതിന്റെ പിറ്റേന്നും ദീനിന്റെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഹത്താ അസ്ലം. ആ ജർമ്മൻകാരൻ മുസ്ലിമാവുകയാണ് ഉണ്ടായത്, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അയൽവാസിയോട് ചെയ്യേണ്ട നന്മകൾ കണ്ടപ്പോൾ ഇസ്ലാമിലേക്ക് വന്ന സംഭവം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, കൂനൂ ദുആതൻ ഇലല്ലാഹി വ അൻതും സ്വാമിതൂൻ. നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിലേക്ക് ആളുകളെ ക്ഷണിക്കണം. വ അൻതും സ്വാമിതൂൻ, നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് നിങ്ങൾ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അപ്പൊ അതെങ്ങനെ മിണ്ടാതെ ആളുകളെ ക്ഷണിക്കുക? ബി അഖ്ലാഖിക്കും,
നിങ്ങളുടെ സ്വഭാവം നന്നാക്കിയിട്ട് നിങ്ങൾ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണമെന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല. ഇങ്ങനെ എത്ര ആളുകൾക്ക് നമ്മൾ കാരണം ഇസ്ലാം കിട്ടിയേനെ. ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാനല്ല, നമ്മളിപ്പോ 2014 കണക്ക് പ്രകാരം ലോക ജനസംഖ്യയിൽ ഏറ്റവും വലിയ മതവിഭാഗം മുസ്ലിമീങ്ങളാണ്. അതിനുമുമ്പ് ക്രിസ്ത്യാനികളായിരുന്നു. 2014 നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. 2014 കണക്ക് പ്രകാരം ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങളാണ്. മുമ്പൊക്കെ നമ്മൾ പറയും ക്രിസ്ത്യാനി 2ാം സ്ഥാനം മുസ്ലിം കഴിഞ്ഞു, 1ാം സ്ഥാനം ഇപ്പൊ മുസ്ലിമാണ്. അതുകൊണ്ട് നമുക്ക് ആളെ കൂട്ടാനല്ല, അതുപോലെ ഹിന്ദുക്കളോ നമ്മുടെ അന്യ മതവിശ്വാസികളോ കേൾക്കുമ്പോൾ മൂല്യര് ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാണ്. അതല്ല, നിങ്ങളുടെ തടി രക്ഷപ്പെടുത്തണമെങ്കിൽ, അള്ളാന്റെ നരകത്തിൽ നിന്ന് തടി കാക്കണമെങ്കിൽ ഇങ്ങോട്ട് പോന്നോളി. ഇത്രേ പറയുന്നുള്ളൂ. രാജ്യം ആര് ഭരിച്ചാലും കുഴപ്പമില്ല, പരലോകത്തെ ഭരണം ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. നാളെ മഹ്ശറയുടെ ഭരണം അള്ളാഹുവിന്റേതാണ്. ഇവിടെ 5 കൊല്ലം കഴിയുമ്പോൾ മാറിയില്ല എന്ന് വരും. അള്ളാന്റെ ഭരണം നടക്കുന്ന ലോകത്തെത്തുമ്പോ സമാധാനം കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് പോന്നോളി. ആളെ കൂട്ടാനല്ല, ആളെ ആവശ്യമില്ല, നിങ്ങളുടെ തടി രക്ഷപ്പെടുത്താൻ. അതിന് നമ്മൾ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം. എങ്ങനെ? വഅൻതും സ്വാമിസൂൻ, മിണ്ടാതെ ഒച്ചയുണ്ടാക്കാതെ നിങ്ങൾ ആളുകൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കണം. എങ്ങനെ? ബിഅഖ്ലാഖികും, നിങ്ങളുടെ സ്വഭാവം കൊണ്ട് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.